പ്രതിപക്ഷ നേതാവിന്റെ ജമാഅത്തെ ഇസ്ലാമി ന്യായീകരണത്തിനെതിരായ വിമർശനം ആവർത്തിക്കുകയാണ് സമസ്ത. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ വ്യക്തമായി പഠിച്ചിട്ടില്ല എന്നാണ് AP വിഭാഗം നേതാവ് അബ്ദുൽ ഹക്കീം അസ്സരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മുഖ്യധാരയിലേക്ക് വരുന്നത് സമൂഹത്തിന് ക്ഷതം വരുത്തുമെന്നും അസ്സരി കൂട്ടിച്ചേർത്തു. പ്രതികരണം കേൾക്കാം. അത്തരം ചിന്താഗതികളുള്ള ആളുകൾക്ക് പൊതുമുഖം നൽകുകയും അവർക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള അവസരമൊരുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് അത് ക്ഷതം വരുത്തുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വിട്ടുനിൽക്കണം എന്നുള്ളതാണ്. അദ്ദേഹം അവരെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ മതപരമായ ടേംസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും കുറവ് കൊണ്ടോ മറ്റോ ആയിരിക്കാം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടോ എന്നത് എനിക്ക് വ്യക്തവും അല്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ വിഷയത്തിൽ വളരെ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതാണ്. തുടർഭരണം ദുരധികാരമാകുമെന്ന കവി സച്ചിദാനന്ദന്റെ നിലപാടിനെയും അസ്സരി വിമർശിച്ചു. തുടർഭരണം ദോഷം ചെയ്യുമെന്ന് പറയുന്ന സാഹിത്യ പ്രവർത്തകർ പരിമിതമായാണ് ചിന്തിക്കുന്നത്. പലർക്കും ജനങ്ങളുമായും അടിത്തട്ടുമായും ബന്ധമില്ലെന്നും അസ്ഹരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നും അസ്ഹരി വ്യക്തമാക്കി. സാഹിത്യകാരന്മാർ അവരുടെ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് പരിമിതമായ ചില ഏരിയയിൽ വെച്ചുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്. ജനങ്ങളുമായും അടിത്തട്ടുമായൊന്നും സാഹിത്യകാരന്മാർക്ക് അത്ര ബന്ധമുണ്ടായിക്കൊള്ളണം എന്നില്ല. ചിലർക്കൊക്കെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകും. തുടർഭരണം ദോഷം ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്, നന്നായി പോകുന്നതും കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ടുള്ള ദോഷങ്ങളും കാണാറുണ്ട്. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഞങ്ങളുടെ നിലപാട് അത് അതിൻ്റെതായ രീതിയിൽ പോകും. പ്രസാദ് ഉരുമ്പശ്ശേരി ഈ വാർത്തയുടെ വിശദാംശങ്ങളായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇപ്പം അസ്ഹരി അവര് രാഷ്ട്രീയ നിലപാടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും എങ്ങനെയായിരിക്കും രാഷ്ട്രീയ നിലപാടെന്ന് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ നിന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രസ്താവനയിൽ ഇപ്പം ജമാഅത്തെ ഇസ്ലാമി മൊത്തത്തിൽ മാറി അവരുടെ ഈ പൂർണ്ണമായും അവരുടെ ജനാധിപത്യ രീതിയിലേക്കൊക്കെ വഴിമാറി കഴിയൂ എന്നാണ് സതീശൻ അപ്പോഴും ഇപ്പോഴും ഒക്കെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഈ വിമർശനങ്ങൾ വരുമ്പോഴും അതിനെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതും ആ വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ്. ഇപ്പോൾ അസ്ഹരി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്? പ്രസാദ്. ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. അബ്ദുൽ ഹക്കീം അസ്സരി വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്നതായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രതികരണം. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അബ്ദുൽ ഹക്കീം അസ്സരി പറയുന്നത് VD സതീശന്, പ്രതിപക്ഷ നേതാവിന് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. മതപരമായ കാര്യങ്ങളിലുള്ള അറിവിൽ അത് കുറവുണ്ട് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ VD സതീശനുള്ള മറുപടി വളരെ കൃത്യമാണ്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്നതും ജാഗ്രത പുലർത്തണമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്തയൊക്കെ പ്രമേയം അവതരിപ്പിച്ചാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്. VD സതീശൻ അതൊന്നും മനസ്സിലാക്കാതെയാണ് സംസാരിച്ചത് എന്നുള്ളതാണ്. മറ്റൊന്ന്, സാഹിത്യകാരന്മാർ ഇപ്പോൾ MN കാരശ്ശേരി, സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ, സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് തുടർഭരണം ദുഷിപ്പിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി നേരത്തെ സതിലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ അതിൽ വളരെ കൃത്യം. അദ്ദേഹം പറയുന്നത് ഇത് സാഹിത്യകാരന്മാർക്ക് കൃത്യമായി കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അടിത്തട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുമുണ്ട്, പക്ഷെ മനസ്സിലാക്കാത്ത ആളുകളുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ പിന്നീട് ചോദിച്ചത് തുടർഭരണത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചായിരുന്നു. തുടർഭരണം നല്ലതാണോ അല്ലെങ്കിൽ ദോഷം ചെയ്യുമോ എന്നുള്ളത് അസ്സരിയുടെ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് തുടർഭരണത്തിന്റെ ഗുണവും ദോഷവും നമ്മൾ കണ്ടിട്ടുണ്ട്, അത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും സമസ്ത AP വിഭാഗം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും അവർ രാഷ്ട്രീയ നിലപാട് അവർക്കുണ്ടാകും. പക്ഷേ അത് പരസ്യമായി പ്രഖ്യാപിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വാക്കുകളെല്ലാം തന്നെ നമുക്ക് വായിക്കുമ്പോൾ നേരത്തെ സതിലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമാണ്. അവരുടെ നിലപാട് എന്ന് പറയുന്നത് LDF-നോടൊപ്പം ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.